ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 23. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം ഭാവകശ്ചാസ്മി മേരുഃ ശിഖരിണാമഹം. വിവർത്തനം. രുദ്രന്മാരിൽ വെച്ച് ശിവനാണ് ഞാൻ. യക്ഷ രാക്ഷസന്മാരിൽ കുബേരനും, വസുക്കളിൽ അഗ്നിയും, പർവ്വതങ്ങളിൽ മേരുവുമാണ് ഞാൻ. ഭാവാർത്ഥം. 11 രുദ്രന്മാരിൽ ശങ്കരൻ, ശിവൻ പ്രധാനിയത്രേ. വിശ്വത്തിൽ തമോ ഗുണത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഭഗവത് അവതാരമാണ് ശിവൻ. യക്ഷ രാക്ഷസാധിപനായ കുബേരൻ ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹവും ഭഗവത് പ്രതിനിധി തന്നെ. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായൊരു പർവ്വതമാണ് മേരു. ശ്ലോകം 24. പുരോദസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. വിവർത്തനം. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. ഭാവാർത്ഥം. സ്വർഗലോകാധിപനാണ് ദേവരാജാവായ ഇന്ദ്രൻ. അദ്ദേഹം വാഴുന്ന ഗ്രഹമാകട്ടെ ഇന്ദ്രലോകമെന്ന് പറയപ്പെടുന്നു. ഇന്ദ്രന്റെ പുരോഹിതനാണ് ബൃഹസ്പതി. ഇന്ദ്രൻ രാജാതി രാജനാകയാൽ ബൃഹസ്പതി പുരോഹിത ശ്രേഷ്ഠനുമായി. ശിവന്റെയും പാർവതിയുടെയും പുത്രനായ സ്കന്ദൻ അഥവാ കാർത്തികേയനാണ് സേനാധിപരിൽ ശ്രേഷ്ഠൻ. ജലാശയങ്ങളിൽ വെച്ച് മഹത്താകുന്നു സമുദ്രം. കൃഷ്ണന്റെ ഈ പ്രാതിനിധ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. ശ്ലോകം 25. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. വിവർത്തനം. മഹർഷികളിൽ ഭൃഗുവും, സ്പന്ദനങ്ങളിൽ അഥവാ വാക്കുകളിൽ അഭൗതികമായ ഓംകാരവും, യജ്ഞങ്ങളിൽ തിരുനാമജപവും, സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. ഭാവാർത്ഥം. പ്രപഞ്ചത്തിലെ ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവ് വിവിധ വർഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളെ ഉത്പാദിപ്പിക്കാനായി ഏതാനും പുത്രന്മാരെ സൃഷ്ടിച്ചു. ഇവരിൽ ഏറ്റവും പ്രഭാവശാലിയായ ഋഷിയാണ് ഭൃഗു. ആധ്യാത്മിക സ്പന്ദനങ്ങളിൽ ഓംകാരം കൃഷ്ണന്റെ പ്രാതിനിധ്യം വഹിക്കുന്നു. യജ്ഞങ്ങളിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം കൃഷ്ണന്റെ പരിപാവനമായ പ്രാതിനിധ്യമാണ്. ചില യജ്ഞങ്ങളിൽ ജന്തുഹിംസ പതിവുണ്ട്. ഈ ജപയജ്ഞത്തിലാകട്ടെ ഹിംസയുടെ പ്രശ്നമേയില്ല. ഏറ്റവും ലളിതവും പവിത്രവുമാണ് ഈ യജ്ഞം. ലോകത്തിൽ സമുത്കൃഷ്ടമായതെന്തും കൃഷ്ണന്റെ പ്രതീകം തന്നെ. അത്യുന്നതമായ ഹിമാലയവും അദ്ദേഹത്തിൻ്റെ പ്രഭാവാംശമാണ്. മേരുപർവ്വതത്തെപ്പറ്റി മുൻപ് പറഞ്ഞുവല്ലോ. മേരുവിന് ചിലപ്പോൾ ചലനമുണ്ട്, ഹിമാലയത്തിനില്ല. ഈ നിലയിൽ മേരുവിനേക്കാൾ വലുതാണ് ഹിമാലയം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.